എല്ലാവർക്കും നമസ്കാരം. ജ്യോതിഷ ബാലപാഠത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേടം മുതൽ 12 രാശികളാണുള്ളത്. അന്ന് പറയാം അതിനെക്കുറിച്ച്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, ഇങ്ങനെ 12 രാശികളാണുള്ളത്. ഈ 12 രാശികളിലായി 2.25 നക്ഷത്രം വീതം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന രാശിചക്രത്തിൽ കാലഗണനയ്ക്കനുസൃതമായി ഓരോരോ ഗ്രഹങ്ങൾ വരികയും ആ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുമാണ് നമ്മൾ ഫലം പറയേണ്ടത്. അതിൽ മുഖ്യമാണ് ഓരോ രാശിയിലും വരുന്ന 2.25 നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് പഠിക്കേണ്ടത്. അപ്പോൾ രാശിചക്രത്തിൽ ലഗ്നമെന്നും ജന്മലഗ്നമെന്നും 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ ലഗ്നം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാത് ദിനത്തിൽ വരുന്ന ഒരു ബിന്ദു, അതായത് 2 മണിക്കൂർ ഇടവിട്ടാണ് ഓരോ ലഗ്നം വരിക. അപ്പോൾ ആ ലഗ്നം ചിന്തിക്കുമ്പോൾ ഏത് രാശിയിലാണോ ലഗ്നം വരുന്നത് ഉദയത്തിനനുസൃതമായിട്ടൊക്കെയാണ് അത് ചിന്തിക്കുന്നത്. അത് വഴിയേ പറഞ്ഞു തരാം. അപ്പോൾ ആ ലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയോ അതല്ലാത്ത പക്ഷം ജന്മലഗ്നം അല്ലെങ്കിൽ കൂറ് അല്ലെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശി, ആ രാശിക്ക് സമാനമായിട്ടാണ് ഫലം പറയേണ്ടത്. അപ്പോൾ ലഗ്നത്തിനാണോ ജന്മലഗ്നത്തിനാണോ ബലം, അതിന് അനുസൃതമായിട്ട് കൂടിയാണ് ഫലമൊക്കെ പറയേണ്ടത്. അത് പഠിച്ച് വഴിയെ ചെല്ലുമ്പോൾ കൂടുതൽ വിവരമായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ വിഷയത്തിലേക്ക് വരുന്നു. 9 നക്ഷത്രപാദങ്ങളാണ് ഒരു രാശിക്കുള്ളത്. അതായത് 2.25 നക്ഷത്രം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു നക്ഷത്രത്തിന് 4 കാലാണുള്ളത്. നക്ഷത്രപാദം എന്നതുകൊണ്ട് കാല് ആണ് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ 4 കാല് ഒരു നക്ഷത്രത്തിന്. അങ്ങനെ വരുമ്പോൾ അശ്വതിയുടെ 4 കാലും ഭരണിയുടെ 4 കാലും കാർത്തികയുടെ 1 കാലും ചേരുന്നതാണ് മേടക്കൂറ് എന്ന് പറയുന്നത്. ഒരു രാശിചക്രം 30 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ 30 ദിവസം ആണ് എന്ന് ചിന്തിക്കുക. അതായത് അങ്ങനെ 12 രാശികൾ ചേർന്ന ആ ഒരു രാശിചക്രം മൊത്തം കൂട്ടുമ്പോൾ 360 ഡിഗ്രിയും ആകുന്നു. ചന്ദ്രൻ ഒരു രാശിചക്രം കറങ്ങി വരുമ്പോൾ അതിനെ ഒരു മാസമെന്നും, സൂര്യൻ ഒരു രാശിചക്രത്തെ കറങ്ങി വരുമ്പോൾ അതിനെ ഒരു വർഷമെന്നും പറയുന്നു. കൂടാതെ ചന്ദ്രൻ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വരുമ്പോൾ അല്ലെ ഒന്ന് കറങ്ങി വരുമ്പോൾ കറുത്തവാവ് വെളുത്തവാവ് ഇങ്ങനെ 2 പക്ഷം ഉണ്ടാകുകയും സൂര്യൻ പ്രദക്ഷിണമായി കറങ്ങി വരുമ്പോൾ 6 ഋതുക്കൾ ഈ 2 മാസം കൂടുമ്പോൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതൊക്കെ കാലക്രമേണ വായിച്ചു പഠിക്കുക. ഇനി വിഷയത്തിലേക്ക് വരുമ്പോൾ അശ്വതി ഭരണി കാർത്തിക കാൽ മേടക്കൂറും നമ്മൾ ചൊല്ലി പഠിക്കേണ്ടത് ആ രീതിക്കാണ്. കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തരയും ഇടവക്കൂറും, മകേരത്തരയും തിരുവാതിരയും പുണർദത്തി മുക്കാലും മിഥുനക്കൂറും, പുണർദത്തി കാലും പൂയം ആയില്യവും കർക്കിടകക്കൂറ്, മകംപൂരം ഉത്രത്തിക്കാല് ചിങ്ങക്കൂറും, ഉത്രമുക്കാൽ അത്തം ചിത്തിരി അരയും കന്നിക്കൂറും, ചിത്തിരി അരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും തുലാക്കൂറും, വിശാഖത്തിൽ കാലും അനിടം തൃക്കേട്ടയും വൃശ്ചികക്കൂറും, മൂലം പൂരാടം ഉത്രാടത്തിൽ കാല് ധനുക്കൂറും, ഉത്രാടത്തിൽ മുക്കാല് തിരുവോണം അവിട്ടത്തരയും മകരക്കൂറും, അവിട്ടത്തര ചതയം പൂരുരുട്ടാതി മുക്കാല് കുംഭക്കൂറും, പൂരുരുട്ടാതി കാലും ഉത്രട്ടാതിയും രേവതിയും മീനക്കൂറുമാണ്. അപ്പോൾ ഈ കൂറ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഇത് ഒരു പാട്ട് പോലെ ചൊല്ലി പഠിക്കേണ്ടതും കൂടിയാണ്. ഹോര 1-ാം അധ്യായം 4-ാമത്തെ ശ്ലോകം. അതിൽ പറയുന്നു, കാലാങ്കാനി വരാങ്കമാനനമുരോ ഹൃത്ക്രോഡ വാസോഭൃതോ വസ്ത്രവ്യഞ്ജനമൂരി ജാനിയുകളെ ജംഘേതോ അംഘ്രിദ്വയം മേഷാശിപ്രഥമാ വർക്ഷചരണാശ്ചക്രസ്ഥിതാ രാശിയോ രാശിക്ഷേത്ര ഗൃഹക്ഷഭാനി
പവനഞ്ജയകാർത്ത സമ്പ്രത്തി എന്നാണ്. അതിലെ ആദ്യത്തെ 4 വരി നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാലാങ്കാനി വരാംഗമാനനപുരോ എന്ന് പറയുന്ന പ്രമാണപ്രകാരം കാലപുരുഷന്റെ അവയവങ്ങളാണ് ഈ പറയുന്ന രാശിചക്രം. അതിൻ്റെ പ്രയോഗ രീതി എങ്ങനെയാണെന്ന് അവസാനം പറഞ്ഞു തരാം. അപ്പോൾ മേടൻ രാശി കാലപുരുഷന്റെ ശിരസായിട്ടും മുഖം മുതൽ കഴുത്ത് വരെ, അല്ലെങ്കിൽ ഇടവൻ രാശി മുഖം മുതൽ കഴുത്ത് വരെയുമാകുന്നു. മിഥുനൻ രാശി മാറിടവും കൈകളുമാകുന്നു. അതുപോലെ തന്നെ കർക്കിടകൻ രാശി ഹൃദയം അല്ലെങ്കിൽ നെഞ്ച് ആ ഭാഗങ്ങളും, ചിങ്ങൻ രാശി വയറ് ഉദരഭാഗങ്ങളും, അതുപോലെ തന്നെ കന്നിരാശി നാഭിയും കുടലും ആകുന്നു. തുലാം രാശി അര നടുവ് ഭാഗങ്ങളും, വൃശ്ചികൻ രാശി ഗുപ്താവയവങ്ങൾ അല്ലെങ്കിൽ ലിംഗം പോലെയുള്ള ഭാഗങ്ങളും വൃഷണം പോലെയുള്ള ഭാഗങ്ങളും, അതിനുശേഷം ധനുരാശി തുടയും, മകരൻ രാശി മുട്ടും, കുംഭൻ രാശി പാദത്തിന് കണങ്കാലിന് മുകളിലും മുട്ടിന് താഴെയുള്ള ഭാഗങ്ങളും, അതുപോലെ തന്നെ മീനൻ രാശി പാദവും ആകുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പൃഷ്ഠകൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് ഇത് വെച്ച് ഫലം പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. മേടൻ രാശിയിൽ ഒരു പാപഗ്രഹം നിന്നാൽ ആ പാപഗ്രഹം ശനിയാണെന്ന് വിചാരിക്കുക. ശനിക്ക് നീചരാശിയാണ് മേടൻ രാശി. ആ ശനിയെ ഒരു പാപനൊക്കെ അങ്ങ് നോക്കിയെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ രാശിസന്ധി പോലെയുള്ള അവസ്ഥയിലാണ് ശനി നിൽക്കുന്നതെങ്കിൽ, അതായത് ഒരു പാപഗ്രഹം ഒരു രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന വൃശ്ചികന് ആ ശരീരഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഓരോ ഗ്രഹത്തിനും അതിൻ്റേതായിട്ടുള്ള രോഗങ്ങളെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചേർത്ത് പറയുമ്പോഴാണ് കുറച്ചുകൂടെ ഫലപ്രവചനം കൃത്യമാകുക. എന്നിരുന്നാൽ തന്നെയും ഇങ്ങനെ ഒരു പാപനുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒരു പ്രശ്നമുണ്ട് എന്നും, അതുപോലെ തന്നെ ദ്വിത്രീയ സംവാദവശാൽ 1-2 കാര്യങ്ങളുടെ യോജിപ്പ് ഉണ്ടെങ്കിൽ, അതായത് ദ്വിത്രി അല്ലെങ്കിൽ 3 കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ ഒരു കാര്യത്തെക്കുറിച്ച് ഉറപ്പായിട്ടും ഫലം പറയാൻ പാടുള്ളൂ എന്ന്. അതായത് മേടൻ രാശിയിൽ ഒരു പാപൻ നിൽക്കുകയും അവർ ശിരസിൽ ചൊറിയുകയോ അല്ലെങ്കിൽ തൊടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ പുരുഷന് തലവേദനയുണ്ടെന്നോ തത്തുല്യമായ കുറേ കാര്യങ്ങൾ നമുക്കവിടെ പറയാൻ പറ്റും. ശനിയെ സംബന്ധിച്ച് മൈഗ്രെയിൻ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്കവിടെ ഉറപ്പിച്ച് പറയാം. അതാണ് ഈ കാലപുരുഷൻ്റെ അവയവങ്ങൾ പഠിച്ചാലുള്ള ഗുണങ്ങൾ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൊത്തത്തിൽ രാശിയെക്കുറിച്ചും രാശിയിൽ അടങ്ങിയിരിക്കുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കാലപുരുഷൻ്റെ അവയവങ്ങളെക്കുറിച്ചുമാണ് പഠിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫലപ്രവചനം കുറച്ചുകൂടെ കൃത്യമാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഓം നമഃ ശിവായ.